അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷബീലുർ റഹ്മാൻ. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ചോദ്യമാണ് ചോദിക്കാറുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ, ഖുർആനോട് നിരക്കാത്ത ഹദീസുകൾ എന്നെല്ലാം. എനിക്ക് അറിവ് ശരിയാണെങ്കിൽ ഇമാം ബുഖാരി ഇത് ക്രോഡീകരിച്ചതിന് ശേഷം 20ഓളം വർഷം വീണ്ടും ജീവിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മരണപ്പെടുന്നത്. അപ്പൊ ആ ഇമാം ബുഖാരി പഠിപ്പിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹം അന്ന് ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അവർക്കും നമ്മളെപ്പോലെയുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ബുദ്ധിക്ക് നിരക്കാത്ത ചോദ്യങ്ങൾ ഇമാം ബുഖാരി ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ലേ? ഈ ഖുർആന് നിരക്കാത്തത് എന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇവിടെ സഹോദരൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ബുദ്ധിക്ക് യോജിക്കാത്തത്, ഖുർആന് വിരുദ്ധമായത്, ഇതൊക്കെ ബുഖാരി അദ്ദേഹം ഹദീസ് ക്രോഡീകരിച്ചതിന് ശേഷം 20ഓളം വർഷം പിന്നീടും ജീവിച്ചിരുന്നല്ലോ. അപ്പൊ അവർക്കില്ലാത്തൊരു ബുദ്ധിയാണ്, ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത്, അവർക്കില്ലാത്തൊരു ബുദ്ധിയാണ്. ഒപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് സ്വീകരിക്കാൻ ഒരു മാനദണ്ഡവും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇത് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ, മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് സ്വീകരിക്കാൻ ഒരു മാനദണ്ഡവും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ മാനദണ്ഡങ്ങൾ മുമ്പ് എഴുതി വെച്ച ഇബ്നു ഹജറുൽ അസ്കലാനിയും ഇമാം ദഹബിയും അതുപോലെ ഇബ്നു സ്വലാഹും അടക്കമുള്ള പൂർവികരായ സുയൂത്തി അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഹദീസ്, ഉസൂലുൽ ഹദീസിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഇന്നതാണ് എന്നാണ് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നത്. ആ മാനദണ്ഡ പ്രകാരം ബുഖാരി അടക്കമുള്ള ഹദീസുകളിൽ പലതും വിമർശന വിധേയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മുജാഹിദുകളല്ല, ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞുള്ള മുജാഹിദുകളല്ല. കഴിഞ്ഞുപോയ ഇമാം ബുഖാരിക്ക് ശേഷമുള്ള നിരവധി ഹദീസ് മുഹദ്ദിസുകളാണ് പറഞ്ഞുള്ളത്, പണ്ഡിതന്മാരാ പറഞ്ഞുള്ളത്. അത് വിശദമായി പറയേണ്ട ഒരു സംഗതിയാ. ഈ വ്യവസ്ഥകൾ നമ്മൾ വെച്ചതല്ല. വിശുദ്ധ ഖുർആനിൽ ഞാൻ ആ വാക്കൊന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. മാ അഹ്സനുൽ ഖൗലുൽ ഖാഇൽ. ഈ പറയുന്ന ആളുടെ വാക്ക് എത്ര നല്ല വാക്കാണ്. ഇമാം സുയൂത്തി പറയണം എന്താണ്? ഇദാ റഅയ്തൽ ഹദീസ, നീ ഒരു ഹദീസ് കണ്ടാൽ, അത് ബുഖാരിന്റേതാണോ മുസ്ലിമിന്റെ ആണോ എന്നല്ല, നീ ഒരു ഹദീസ് കണ്ടാൽ, യുബായിനുൽ മഅഖൂൽ, ബുദ്ധിയെ നിഷേധിച്ച് കളയുന്നത്. ഏത് ബുദ്ധിനെ? ആരെ ബുദ്ധിനെ? ഇന്നാളെ ബുദ്ധി എന്നല്ല, ബുദ്ധിയെ നിഷേധിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത്. ഔ യുഖാലിഫുൽ മൻഖൂൽ, ഖുർആനിൽ സ്ഥിരപ്പെട്ടതിനെതിരായി ഒരു ഹദീസ് കണ്ടാൽ. ഔ യുനാഖിലുൽ ഉസൂൽ, ഉസൂൽ ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുണ്ടാക്കിയ സ്ഥിരപ്പെട്ട ഉസൂലിനെതിരായിട്ട് ഒരു ഹദീസ് കണ്ടാൽ, ഇസ്ലാമിക നിയമങ്ങളുടെ നെസ്സിനെതിരായി കണ്ടാൽ, ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു മൗളൂഉൻ, ലഈഫ് എന്നും കൂടിയല്ല പറഞ്ഞേ, കെട്ടിണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കിക്കോന്നാ. തെദരീബുർ റാവിയിൽ ഇമാം സുയൂത്തി എഴുതി വെച്ചതാണ്. ഈ വാക്ക് യഥാർത്ഥത്തിൽ ഇബ്നു ജൗസിയിൽ നിന്ന് വന്നതാ. ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, നമ്മള് മദ്രസ, സ്കൂൾ, കോളേജിൽ പഠിപ്പിക്കുന്ന 1ാമത്തെ വർഷം, അന്ന് എൻട്രൻസ് എന്നാണ്. ഈ എൻട്രൻസിൽ പഠിപ്പിക്കുന്ന ഒരു കിതാബിന്റെ പേരാ നുഹ്ബത്തുൽ ഫിക്ർ, ഇമാം ഇബ്നു ഹജറിന്റെതാ. അതിലിത് ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്, ഈ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഫഇന്നഹു ലാ യൽസിമു സിഹത്തുൽ ഇസ്നാദ്, സിഹത്തുൽ ഹദീസ്, സിഹത്തുൽ മത്തിൻ. ഹദീസിന്റെ സനദ് ശരിയാണെന്ന് വിചാരിച്ച് അതിന്റെ ആശയം ശരിയാണ് എന്ന് നീ മനസ്സിലാക്കണ്ട. ലിമാ തഖററ മിൻ ഉലൂമിൽ ഹദീസ്, ഇത് ഉസൂലുൽ ഹദീസിൽ സ്ഥിരപ്പെട്ട നിയമമാണെന്നാ. ഇത് നമ്മളുണ്ടാക്കിയതല്ല. സുഹൃത്ത് മനസ്സിലാക്കണ്ട്, ഖുർആനിനെതിര്, തെളിഞ്ഞ ബുദ്ധിക്കെതിര്, ചരിത്രത്തിനെതിര്, ഇതൊക്കെ മുജാഹിദുകൾ ഇപ്പൊ രണ്ടായി പിളർന്നതിന് ശേഷം ഉണ്ടായ നിയമമല്ല. നേരെ മറിച്ച് പൂർവികരായ പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം അവർ വെച്ച ശുറൂത്തുകളാണ്. ആ ശുറൂത്തുകൾ വെച്ചിട്ടാണ്, നിങ്ങൾ നോക്കണം, ഇബ്നു ഹുസൈമ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ വിമർശിച്ചത്, ഇമാം റാസി വിമർശിച്ചത്, പല പണ്ഡിതന്മാരും വിമർശിച്ചത്, പലരും വിമർശിച്ചിട്ടുള്ളത്, അൽബാനി വരെ വിമർശിച്ചിട്ടില്ലേ? അപ്പൊ എന്തിനാന്ന് വെച്ചാൽ, നമ്മള് ഖുർആനിലെതിര്, ബുദ്ധിക്കെതിര്, ഇതിനെതിര് നമ്മളാണ് പറഞ്ഞതല്ല. ഹദീസിന്റെ അസ്ല് അതാണ്, നിദാനശാസ്ത്രത്തിലെ നിയമം അതാണ്. ആ നിയമം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്.